ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ വെച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാൻലിയുടെ കൈകളിൽ ബാലചന്ദ്രൻ അലീനയെ ഏൽപ്പിച്ച് മടങ്ങി തിരികെ പോവുകയാണ്. അങ്ങനെ അലീന ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് വന്നത് തന്റെ അച്ഛനെ കാണാനായിട്ട്. അല്ലെങ്കിൽ തന്റെ അച്ഛനെ ഇത്രയും നാൾ തന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഓടി വന്ന് മകൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. ആ ഒരു രംഗമൊക്കെ നമ്മുടെ മുന്നിലും ഉണ്ടല്ലോ. സ്റ്റാൻലി തന്റെ മകളെ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കാമെന്നൊക്കെയല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ നടക്കുന്നത്. അലീന പ്രതീക്ഷിച്ചതിലും ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ വലിയ വീട്ടില് നമ്മുടെ അലീന ഒറ്റയ്ക്കാകാൻ പോവുകയാണ്. അങ്ങനെ അലീന ആ ഒരു വലിയ വീട്ടില് ഒരു ഹോളിൽ തന്നെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കുറെ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇറക്കി വെച്ച് അതൊക്കെ ഇങ്ങനെ എന്താ പറയാ, അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാതെ തന്റെ അച്ഛൻ തന്നെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുമായിരിക്കും ഓർത്ത് ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ആ പെട്ടിയിൽ ഒക്കെ അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പോവുകയും ചെയ്തു യാത്രയൊക്കെ പറഞ്ഞ്. അലീനയുടെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. ആ ഒരു യാത്ര പറച്ചിലിന്റെ കണ്ണുനീര്, ബാലചന്ദ്രനെ പിരിയുന്നതിന്റെ കണ്ണുനീര്, ഇവിടുത്തെ സാഹചര്യമായി ഒത്തുപോകാത്തതിന്റെ കണ്ണുനീര്, അപ്പൊ അതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ അച്ഛൻ സ്റ്റാൻലി ഇറങ്ങി വന്നിട്ട് അതെ ആ പെട്ടിയൊക്കെ എടുത്തോണ്ട് ആ റൂമിലേക്ക് പൊക്കോ, അതാ പെണ്ണെ നിന്റെ റൂമെന്ന് സ്വന്തം മകളോട് പറയുന്നതാണ്. അപ്പോഴത്തേക്കും തന്നെ അലീനയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി. അതാ പെണ്ണെ നിന്റെ റൂമെന്നോ? അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും എന്തോ ഒരു വല്ലാത്തൊരു, തന്റെ അച്ഛൻ, അതായത് സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ പോലും ബാലചന്ദ്രൻ മോളെ കൊച്ചെന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന സ്ഥാനത്ത്, അലീന എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന സ്ഥാനത്ത് ദേ പെണ്ണെ അല്ലെങ്കിൽ ദേ നിന്റെ റൂം അതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആകെ വല്ലാണ്ടായിപ്പോയി അലീന ആ പെട്ടി നോക്കി. അലീന എടുത്താൽ പൊങ്ങത്തില്ല പെട്ടി, അത്രയും വെയിറ്റ് ആണ് ആ പെട്ടിക്ക്. ആ പെട്ടിയാണ് എടുത്തോണ്ട് അപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞത്, അത് പൊങ്ങത്തില്ല പെട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യും? നമ്മുടെ അലീന വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുക. അപ്പോഴത്തേക്കും അവിടെ കാര്യസ്ഥനുണ്ട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളുണ്ട്. പിന്നെ അവിടുത്തെ കാർ ഡ്രൈവർ ഉണ്ട്. പിന്നെ കിച്ചണിൽ കുറച്ച് വേലക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ അവിടുത്തെ കാര്യസ്ഥൻ പറഞ്ഞു, അത് പിന്നെ മോളെ ഞാനത് എടുത്തോണ്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വലിയ പെട്ടി എടുത്തു. മോളെ എന്നല്ല, അത് ഞാൻ എടുത്തോണ്ട് വെക്കാന്ന് പറഞ്ഞു. മോളെ എന്നൊന്നും വിളിക്കുന്നില്ല കേട്ടോ, എടുത്തോണ്ട് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് ആ വലിയ പെട്ടി എടുത്തോണ്ട് വെച്ചു. ചെറിയ പെട്ടി നമ്മുടെ അലീന തന്നെ ചുമന്നോണ്ട് പോയി. അലീനയ്ക്ക് ഇത് ഒത്തിരി അല്ലല്ലോ, അലീന തന്നെ ചുമന്നോണ്ട് പോയി റൂമിനകത്ത് വെച്ചു. അങ്ങനെ ആ കാര്യസ്ഥൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ റൂം എന്ന് പറഞ്ഞിട്ട് കാര്യസ്ഥൻ അലീനയുടെ മുഖത്തേക്കൊന്നും നോക്കാതെ ഇറങ്ങി പോവുകയാണോ. ഒരു പരിചയമോ അല്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് വരുന്ന ഒരാളോട് പെരുമാറുന്ന രീതിയിലോ ഒന്നും നോക്കി പോലും ഇല്ല. അതവിടെ വെച്ചു, എടുത്തോണ്ട് പോയി, ഇറങ്ങിപ്പോയി. അലീന റൂമിനകത്ത് കയറി. അലീന റൂം അങ്ങ് കുറ്റിയിട്ടിട്ട് അലീന പൊട്ടിക്കരയാണ്. അലീനയ്ക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. കാരണം അലീനയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ അല്ല അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിചാരിച്ചതിലും അപ്പുറമായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അലീന നേരെ കണ്ണാടിയുടെ മുമ്പിലേക്കൊക്കെ ചെന്നു. കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്ന് അലീന നിന്നിട്ട് അലീനയെ തന്നെ അലീന ഒന്ന് നോക്കിട്ടോ. അലീനെ തന്നെ നോക്കിയിട്ട് ഇതിനു വേണ്ടിയാണോ തന്റെ അച്ഛനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിനു വേണ്ടിയാണോ അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ഇതാണോ എനിക്ക് സേഫായ സ്ഥലം? ഏറ്റവും സേഫായ സ്ഥലത്തിനെ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ എന്റെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ ഇതാണോ എനിക്ക് ഏറ്റവും സേഫായ സ്ഥലം? ഇതാണോ എന്ന് അലീനയോട് തന്നെ ചോദിക്കുന്നു. അലീനയെ തന്നെ നോക്കുന്നു. അങ്ങനെ അലീന അവിടെ ഒരു ചെറിയൊരു അലമാര, ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു അലമാര ഉണ്ടായിരുന്നു. ആ ചെറിയൊരു അലമാരയ്ക്കകത്ത് നിറയെ ഡ്രസ്സുകളാണ്. പല പല മോഡല്, പല പല സൈസ് ഡ്രസ്സുകൾ. നമ്മുടെ അലീന അതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വലിയ ഡ്രസ്സുകൾ, വലിയ നൈറ്റി, വലിയ ചുരിദാറ്, വലിയ സാരികള്, വലിയ ബ്ലൗസ് ഒന്നും നമ്മുടെ അലീനയ്ക്ക് ചേരില്ല. എല്ലാം വലിയ 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 സാധനങ്ങള്. അപ്പൊ വലിയ ഏതോ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചാണോ ഇപ്പം തന്റെ അച്ഛൻ ഇരുന്നത്? തന്റെ അച്ഛനപ്പം പ്രതീക്ഷിച്ചിരുന്നത് 10-40 വയസ്സ് അല്ലെങ്കിൽ ഒരു വലിയൊരു തടിയുള്ളൊരു സ്ത്രീയെ പ്രതീക്ഷിച്ചായിരിക്കും തന്റെ അച്ഛൻ ഇരുന്നത്. അതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഡ്രസ്സ് മേടിക്കാനുള്ളൊരു ബോധം പോലും തന്റെ അച്ഛൻ ഇല്ലല്ലോ. ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു. ഇത്രയും വേലക്കാരുണ്ടല്ലോ, ചിലപ്പം വേലക്കാരിൽ ആരേലും ഒക്കെ പോയി മേടിച്ചതായിരിക്കാം ഇതൊക്കെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ അലീന ഇതൊക്കെ ചിന്തിച്ച് മാനസികമായിട്ട് വളരെയധികം ഇതായി പോയിട്ടോ അലീന എന്നിട്ട് ആ ഡ്രസ്സൊന്നും എടുത്തു നോക്കിയില്ല. അലീന
നേരെ നമ്മുടെ ബബിത കുറേ ഡ്രസ്സുകൾ സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. അതിലൊരെണ്ണം എടുത്തിട്ടു. തനിക്ക് പാകമായ ഒരു ഡ്രസ്സ് അതൊരെണ്ണം എടുത്തിട്ടു. അതും ഒരു ചുരിദാർ ഷോളും ഒക്കെ എടുത്തൊക്കെ ഇട്ടിട്ട് പതിയെ ഇറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് നോക്കുന്നു. മൊത്തം നിശബ്ദതയാണ് കേട്ടോ. കുറെ ഓരോ ഏക്കറിൽ തന്നെയുണ്ട്, 1 ഏക്കർ 2 ഏക്കറിൽ തന്നെയുണ്ട് ആ ഒരു വീടെന്ന് പറയുന്നത്. മൊത്തം നിശബ്ദതയാണ്. പിന്നെ അലീനയ്ക്ക് അവിടെ കൂട്ടായിട്ടുള്ളത് കുറച്ച് പട്ടികൾ മാത്രം. ആ പട്ടികളെ അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ആ പട്ടികൾക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അലീന ആ പട്ടികളെ ഇങ്ങനെ നോക്കുകയും പട്ടികളോട് പോയി വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുണ്ടല്ലോ, ഡ്രൈവറും കാര്യസ്ഥരും, അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവര് വെളിയിൽ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് പരസ്പരം. വേറെ ഒന്നുമല്ല, ആരായിരിക്കും മുതലാളിയുടെ ആ ഒരു ഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, അത് ആരായിരിക്കും? അതിനെ കണ്ടിട്ട് മുതലാളിയുടെ ഇളയ മോളുടെ ഷേപ്പ് ഉണ്ട്. ഇനിയിപ്പോ കൊച്ചമ്മയുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുവോ, അതോ ഇനിയിപ്പോ സാറിന്റെ, അതായത് മുതലാളിയുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുവോ? ആരാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ല, അലീനയല്ല, കാര്യസ്ഥൻ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരാണെങ്കിലും അവർക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഇതുവരെ മുതലാളി ചെയ്തിട്ടില്ലാത്ത ഒന്നാണെന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, ശരിയാണ്, ഇത് ഗസ്റ്റുകൾ വന്ന് നമ്മൾ പല ഗസ്റ്റുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഗസ്റ്റുകൾക്ക് വേണ്ടി ഇത്രയും പണം മുടക്കി ഇത്രയും ഒക്കെ പുതിയതാക്കി വീട് പുതുക്കി പണിതു. അതുപോലെ റൂം, ഡ്രസ്സുകള്, അവിടെയുള്ള ജോലിക്കാരികള്, അവിടുത്തെ മൊത്തം എല്ലാം അവിടെ ഫുൾ അങ്ങ് മാറ്റിയപ്പം പഴയ ഗസ്റ്റുകൾ വരുന്ന പോലെയല്ല, ഇതെന്തോ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് എന്നിങ്ങനെ പരസ്പരം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. മുതലാളിയെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. മുതലാളിക്ക് പെണ്ണ് കേസൊന്നും ഇല്ലായിരുന്നുവല്ലോ, അപ്പൊ ഇതേതാ ഈ പെണ്ണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാൻലിയുടെ കാര്യസ്ഥൻ പറയുന്നുണ്ട്, ഓ, മുതലാളിക്ക് പെണ്ണ് കേസൊന്നുമില്ല, വർഷങ്ങളായിട്ട് ഞാൻ മുതലാളിയുടെ കൂടെ തന്നെ ഉള്ളതാ, എല്ലായിടത്തും പോവുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ആയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആ പെങ്കൊച്ച് ഏതായാലും മുതലാളിയുടെ ഇളയ മോളെ പോലെ തന്നെ പറിച്ചു വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് അലീന വീണ്ടും ചുറ്റുപാടും ഒക്കെ നടന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വിളി, ഹലോ എന്നും പറഞ്ഞൊരു വിളി വന്നു. അലീന തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയോ. അപ്പൊ അലീനയോട് ഇങ്ങനെ ചോദിച്ചു സ്റ്റാൻലി, അല്ല, നീ ഈ വീടും പരിസരവും ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന തലയാട്ടുകയല്ല, സംസാരിക്കാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, നീ അവിടെ നിൽക്ക്, നിന്നെ ഇവിടെ മൊത്തം പരിചയപ്പെടുത്താം. ഇത് നിന്റെ റൂമാണ്. ഇവിടെ എല്ലായിടത്തും ഇവിടെ പറയാൻ എനിക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള റൂമുകളൊക്കെ ഉണ്ട്. നിനക്ക് ഇവിടെ ഇനിയിപ്പോ ഈ റൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇവിടെ ഏത് റൂം വേണമെങ്കിലും സ്വീകരിക്കാം, അതിന് ഒരു പ്രശ്നമില്ല. അതാണ് കിച്ചൺ. നിനക്ക് എന്താ വേണ്ടത് എന്ന് ഇവിടെ ഒരു ബെല്ലുണ്ട്. ഇവിടെ ഈ ബെല്ലില് നീ എങ്ങനെ കൈ ഒന്ന് അമർത്തുകയാണെങ്കിൽ അവിടെ കിച്ചണിൽ ആൾക്കാർ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ചോദിക്കും, നിനക്ക് വേണ്ട ഭക്ഷണം നീ പറഞ്ഞാൽ മതി, അവർ നിനക്ക് കൊണ്ടുതരും. അപ്പൊ നമ്മുടെ അലീനക്ക് പുറത്തു പോലും ഒന്നും ഇറങ്ങണ്ട, റൂമിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ അലീന ഇതിനൊക്കെ തല കുലുക്കി നിന്നു, അല്ലാതെ വേറൊന്നും അലീന പറയാൻ പോയില്ല. അപ്പൊ നിനക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ നിൽക്കാൻ വേണ്ടിയാണല്ലോ, എന്നെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടത് എന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയാണല്ലോ. അച്ഛൻ എനിക്ക് തെരഞ്ഞെടുത്ത് തന്ന സ്ഥലം സേഫ് ആണെന്ന് അച്ഛൻ ഉറപ്പുള്ളിടത്തോളം കാലം എനിക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് സേഫ് ആണെന്ന് എനിക്ക് അറിയാന്നുള്ള രീതിയിൽ അലീന ഇങ്ങനെ സംസാരിച്ചിട്ട് അലീന അവിടെ നിന്നില്ല, അങ്ങ് നീങ്ങി പോകാൻ വേണ്ടി തുടങ്ങി. സ്റ്റാൻലി അപ്പോഴത്തേക്കും അവിടെ നിന്ന് കാര്യസ്ഥനെ വിളിച്ചു, അതെ, ഇവളെ ഈ സ്ഥലം മുഴുവനും ഒന്ന് ചുറ്റി നടന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി അല്ല, കാര്യസ്ഥൻ അവളെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന ചെന്നു കേട്ടോ. അലീന ചെന്നു. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ പേരെന്താണെന്ന്. അപ്പം കാര്യസ്ഥൻ പറയുന്നുണ്ട്, എന്റെ പേര് ഇതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അല്ല, കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് അലീന, കുട്ടിയുടെ അല്ല, മേഡത്തിന്റെ പേരെന്താന്നാട്ടോ ചോദിക്കുന്നത്. മേഡത്തിന്റെ പേരെന്താണ്, മേഡത്തിന്റെ പേരൊന്ന് പറയുമെന്ന് പറഞ്ഞപ്പോ എന്റെ പേര് അലീന, എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട, എന്നെ അലീനയെന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുമ്പം, അല്ല, ഇവിടെ മുതലാളിയുടെ ആൾക്കാരെല്ലാം വരുമ്പോൾ ഞങ്ങൾ മേഡം എന്നാണ് വിളിക്കാറുള്ളതെന്ന് പറയുമ്പം, വേണ്ട, എന്നെ അലീന എന്ന് വിളിച്ചാൽ മതി എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ വരൂ, ഞാൻ വീടും സ്ഥലവും ഒക്കെ നടന്ന് കാണിക്കാം, പക്ഷെ ഞാൻ മേഡം എന്നേ വിളിക്കത്തുള്ളൂ, അലീന എന്ന് വിളിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും ഞങ്ങളുടെ മുതലാളിയെ ബഹുമാനിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അലീന എന്ന് വിളിക്കില്ല, മേഡം എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. അപ്പൊ മേഡം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. മേഡം ഇതിനെ എല്ലാം കാണിച്ചു തരാന്ന് പറയാണ്. അപ്പം തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഇതിന് ചുറ്റും വേറെ വീടൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം, വീടൊക്കെ ഉണ്ട്, ഇതിപ്പോ ഒരു 2-3 ഏക്കറിനകത്ത് ഇത് മാത്രമാണ് ഉള്ളത്, ഇതിനപ്പുറം കുറെ വീടുകളും
അപ്പുറം ഒരു ഫാക്ടറിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുതലാളി ഇപ്പം മേടിച്ചിട്ടിട്ട് ഒരു 10-15 കൊല്ലത്തോളം ആയി കഴിഞ്ഞു. മുതലാളി ഇവിടെ ഇല്ലായിരുന്നു. മുതലാളി പണ്ടത്തെ പട്ടാളക്കാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്കറിയാം. ഓ, നിങ്ങൾക്കത് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ റിലേറ്റീവ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ കാര്യസ്ഥനും ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പൊ കാര്യസ്ഥനും ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള അച്ഛനോടുള്ള ഒരു ബന്ധത്തെക്കാൾ കൂടുതൽ ആ കാര്യസ്ഥനുമായിട്ട് അലീന അടുക്കുകയാണ്. അപ്പൊ അലീന ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പം എന്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവര് വലിയതായി വിവാഹപ്രായം എത്തിയ 2 മക്കൾ, നിന്നെ പോലെ തന്നെ, ഇത് മേഡത്തിനെ പോലെ തന്നെ വിവാഹപ്രായം എത്തിയ 2 മക്കളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല ഇവിടത്തെ നിങ്ങളുടെ മുതലാളിക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല അതൊന്നും മേഡത്തിന് അറിയില്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുതലാളിക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളുടെ പേര് പറഞ്ഞു. ഭാര്യയുണ്ട്, ഭാര്യയുടെ പേര് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആകെ മൊത്തത്തില് നമ്മുടെ അലീനെ ഒന്ന് പരിചയപ്പെടുത്തപ്പോ അലീന എപ്പം ഈ ഒരു വീടുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ ആൾക്കാരുമായിട്ടോ വലിയ പരിചയം ഇല്ലാത്ത ഒരാളാണെന്ന് ഈ പറയുന്ന കാര്യസ്ഥന് മനസ്സിലായിട്ടോ. കാര്യസ്ഥന് അപ്പൊ എന്തോ ഒരു റോങ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്തോ ഒരു സംഭവം തോന്നുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് നമ്മുടെ അലീനയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, എന്നെ അറിയാമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, സാറിന്റെ ഒരു ഗസ്റ്റ്, മുതലാളിയുടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങൾ കൂടുതൽ ചോദിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം അപ്പം മുതലാളി പറഞ്ഞിട്ടില്ലല്ലേ, ഞാൻ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, നിങ്ങൾ ആരാണ്, മേഡം ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മുതലാളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നൂലോ പട്ടീനെയൊക്കെ. ഇവിടെ ഒത്തിരി ഇനം പട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഫുഡ് കൊടുക്കുകയും ഇതിനെയൊക്കെ നോക്കുന്നത് ആരാ? ഓ, പട്ടികളെ നോക്കാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് വേലക്കാരി ഒന്നും വെച്ചിട്ടില്ല മേഡം, പട്ടികളെ നോക്കുന്നത് ഇവിടെ മുതലാളി തന്നെയാണ്. മുതലാളിക്ക് പട്ടിയെ നോക്കിയില്ലെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല. സാധാരണ ഈ മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് പരിപാലിച്ച് നോക്കുന്നത് സാറ് മുതലാളി തന്റെ പട്ടികളെയൊക്കെ തന്നെയാണ്. പട്ടികൾ എന്ന് വെച്ചിട്ടുണ്ട് മുതലാളിക്ക് ജീവനാണ്. അതുപോലെയാണ് അതുങ്ങളെ കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഓരോ പട്ടികൾക്കും ഓരോരോ പേരുണ്ട്, അവയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ തന്നെ ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല മേഡത്തിന് പട്ടികളെ പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഏത് പട്ടിയെ കണ്ടാലും, അത് ഇപ്പം വേറെ വല്ലിനോ മുന്തിനോ ആവണമെന്നൊന്നുമില്ല, എനിക്ക് ഏത് പട്ടീനെ കണ്ടാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പം പട്ടി നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് ചോദിക്കുകയാണല്ല. കയറി വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു മേഡം, പട്ടിയെ നേരെ പോയി എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ഒരാൾ ഇവിടെ കയറി വരുമ്പോൾ അങ്ങനെ ധൈര്യപ്പെടാറില്ല, അതും ചാടി കുറച്ചുകൊണ്ട് വീഴും. പട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ മേഡത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടികൾ സൈലന്റ് ആവുകയാണ് ചെയ്തത്. എനിക്ക് തന്നെ ഒരു അത്ഭുതമായി പോയി മേഡം എന്ന് പറഞ്ഞപ്പം. അതങ്ങനെയാണ് ഞാനും പട്ടിയും തമ്മിലുള്ള ബന്ധം. ഞങ്ങള് എന്താണെന്നറിയില്ല, എല്ലാ പട്ടികളും എന്നെ കണ്ടാലും വാലാട്ടിക്കൊണ്ട് വരികയുള്ളൂ. നമ്മൾ അതിനോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ ആയിരിക്കാം. പട്ടികളുടെ നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ പട്ടികൾക്ക് ആ ഒരു റിയാക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ പട്ടികളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന ഇനമാണ് പട്ടികൾ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ഇതിപ്പം ഇവിടത്തെ സ്റ്റാൻലി മുതലാളി സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ മേഡം സംസാരിക്കുന്നതെന്ന്. എങ്ങനെയാണ്, സ്വന്തം മോളല്ലേ, ഇപ്പം പിന്നെ അതുപോലെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിശേഷവുമായിട്ട് ഞാൻ മറ്റന്നാളോ നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താട്ടോ. അലീനയ്ക്ക് ഏതായാലും അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തന്റെ അച്ഛന്റെ പത്താളച്ചിട്ട കണ്ടിട്ട് ഒരു നിവർത്തിയില്ല അലീനയ്ക്ക്. ഒന്ന് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോയാൽ മതി എന്നേ ഉള്ളൂ. ഇപ്പം എങ്ങനെയെങ്കിലും നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് നമ്മുടെ അലീന തീരുമാനിച്ചിറങ്ങിയതാണ്. പക്ഷെ ഇപ്പം തിരിച്ചൊന്നു പോയാൽ മതിയെന്നേ ഉള്ളൂ. ഈ പറയുന്ന സ്റ്റാൻലി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അലീനയ്ക്ക്. തന്റെ മോളെ കണ്ടിട്ട് ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്താനോ, ചേർന്ന് നിൽക്കാനോ, ചേർത്ത് നിർത്താനോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്നേഹം പകർന്നു കൊടുക്കാനോ ഒന്നും സ്റ്റാൻലിനെ കൊണ്ട് പറ്റണില്ല. സ്റ്റാൻലി അങ്ങനെയായിട്ട് ചെയ്യുന്നില്ല. ഒരു മുരട പിടിച്ച ഒരു സ്വഭാവം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അടിപൊളി വിശേഷങ്ങളാണ്, മിസ് ചെയ്ത് കളയരുത്. നമ്മൾ ഇതുപോലെ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ നോവൽ ബേസിൽ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമെന്ന് നമുക്ക് അറിയില്ല. കുറെ പേരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണോ നോവൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കാം നമുക്ക് കഥയും മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിനും കഥാപാത്രങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറ്റം സംഭവിച്ചേക്കാം. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.